ചെറിയ നെസ്റ്റോണ്ട് തൊട്ടടുത്ത്. നേരത്തെ എൻ്റെ പഴയ വീട് കൊണ്ട് നോക്കുന്നേ. അയ്യോ ലൈറ്റ് പോയി. ഹായ്, ഞാനും എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡ് എന്ന് പറയും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തൊട്ടടുത്തൊരു ചെറിയ നെസ്റ്റോണ്ട് അവിടെ പോകും. ഇതിനെന്ത് വഴക്കിട്ട് പോകുന്ന പോലെ ഇരിക്കുന്നത്. ചുമ്മാ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. ഞാൻ 2-3 സാധനം എടുക്കാനാണ് തന്നെ വാങ്ങിച്ചു വന്നപ്പം 100 ദിർഹംസ് കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്ക് കണക്കൂട്ടിട്ട് മനസ്സിലാവുന്നത്. ഈ വിനുവിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് എനിക്ക്. അയാൾക്കാ നഷ്ടം. വീഡിയോ എടുക്കുന്നതോടെ ഗുണം കണ്ടാ പിടിക്കുന്ന കണ്ടാ വിനു. നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചു? വലുത് എൻ്റെ തന്നെ വിനു എൻ്റെ ഇത് വാങ്ങിച്ച സാധനം കാണിച്ച് ആട്ടുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വാങ്ങി സമ്മതിച്ചു. വിനു വന്ന് ചുമ്മാ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ അത് ഇതെല്ലാം ആയിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് വാങ്ങിച്ചതിൽ എനിക്ക് ഇന്ന് ആ ചെമ്മീൻ പൊളി വലിയ പ്രോൺസ്, ആ ചിക്കൻ്റെ കൂടെ വെച്ചു വലിയ പ്രോൺസായിരുന്നു. 11 സംതിങ്ങേ ഉള്ളായിരുന്നു. നമ്മുടെ നാട്ടിലേക്കാളിൽ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഫിഷിന് ഇവിടെ ഭയങ്കര പൈസ കുറവായിട്ടില്ലെങ്കിലും പ്രോൺസിനൊക്കെ ഭയങ്കര ചെറുത്. അത് തന്നെ ഉള്ളിലാണ്. അപ്പം ഞാൻ വാങ്ങിച്ചത് അവർ ക്ലീൻ ചെയ്ത് തരും. അതാണ്, അല്ലെങ്കിൽ 10 മണിക്ക് എന്തിക്കത്തില്ല. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് വിനു എൻ്റെ കയ്യിൽ നിന്ന് വലിയ കവർ വാങ്ങിച്ചു. കാരണം വിനുവിന് ബാലൻസ് കിട്ടുന്നു. ഒരെണ്ണം വലുതും ഒന്നും ചെറുതായിരുന്നു. വിനുവിന് ബാലൻസ് കിട്ടുന്നു. താങ്ക് യു. ഒരു ചോട്ട. അപ്പോൾ ഒരു ചോട്ട വന്നിട്ടൊരു ഫാർമസിയുടെ ഇത് പറയാം. അവൾ കൊണ്ടു തന്ന ബ്രോഷർ. എന്താ വിനു പറഞ്ഞ് ബിരിയാണി വെക്കാമെന്ന്? പ്രോൺസ് ബിരിയാണി വെക്കാം. അത്രയും വലിയ ഇതാ. എന്നാ കളറും ലൈറ്റ് തരും. ഈ ലൈറ്റ് പറഞ്ഞ തലയുടെ മേലെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ആ ലൈറ്റ് പോകുമ്പോൾ കറുത്തു. അതാണ് ശരിക്കും ഇന്നൊരു ഇച്ചിരി കാറ്റ് കുറവുണ്ടില്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കാറ്റാണ്. ഇന്നലെയും കുറച്ച് കാറ്റ് കുറവുണ്ടായിരുന്നു. ഇന്നും കാറ്റ് കുറവുണ്ട്. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. ഈ ചിലടത്ത് വരുമ്പോൾ നല്ല തണുപ്പുണ്ട്. ചിലടത്ത് വരുമ്പോൾ നല്ല വെട്ടം വരുന്നത് എന്താണെന്നറിയോ? റെസ്റ്റോറൻറ്റുകളും പിന്നെ ഈ ഇതില്ലേ ഇത് സൂപ്പർ മാർക്കറ്റില്ലേ ലോണ്ടറി, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ലൈറ്റാണ്. അപ്പം റൂമിക്കാറായി. അപ്പം നൂരില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന നൂരി കൊടുക്കണം. ഇവിടെ മറ്റേ നൂരില്ലാത്തതുകൊണ്ട് വിനു വന്നതാ. എനിക്ക് പല്ലൊന്ന് അടയ്ക്കാൻ പോകണം. അപ്പം അതിനെനിക്ക് അറിയത്തില്ല ഇവിടെ വന്നു. അതാണ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അത് കഴിക്കുമ്പോൾ, ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടെ ചെന്നൈ റെസ്റ്റോറൻറ്റ് അവിടെ ഒരെണ്ണം പുതിയത് തുടങ്ങിയിട്ടുണ്ടെന്നൊരു കസ്റ്റമർ പറഞ്ഞു. അപ്പോൾ അവിടോട്ട് പോകാം. അപ്പോൾ ചെന്നൈ റെസ്റ്റോറൻറ്റ് അടുത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞു. അപ്പോൾ വിനോദിനെ എന്താ വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഇനി ഹിന്ദിക്കാരൻ വല്ല ഡോക്ടേഴ്സ് വന്നെങ്കിൽ എൻ്റെ ഹിന്ദി കേട്ടിട്ട് അവർ പല്ലടയ്ക്കാനുള്ളതിന് പകരം പല്ലെടുക്കും. അത്ര നല്ലതായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. വേണ്ടിയൊന്നും ഞാൻ പറയും, അത് വേറെ കാര്യം. പക്ഷേ ഈ അറിയാവുന്നവരുടെ മുന്നിൽ പറയുമ്പോൾ, അതായത് ഇപ്പോൾ വിനു നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് കാണത്തില്ലേ, ഇല്ലെങ്കിൽ ഞാൻ പറയും. അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് വിനുവിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ വിനു വന്നതാ. പിന്നെ വിനുവിന് അതുമല്ല, വിനുവിൻ്റെ എമിറേറ്റ്സ് ഐഡി വന്നിട്ടില്ല. അപ്പം നാളെ കിട്ടത്തുള്ളൂ എമിറേറ്റ്സ് ഐഡി. അപ്പം അതുകൊണ്ട് വിനു പണിയില്ല. കണ്ടു വന്നു. അപ്പോൾ എമിറേറ്റ്സ് ഐഡി നാളെ കിട്ടും. റിന്യൂവലായിരുന്നു. റിന്യൂവൽ എന്നല്ലേ പറയുന്നത്? വിസ റിന്യൂവൽ. അപ്പം അതിനുവേണ്ടി കൊടുത്തേക്കുമായിരുന്നു. മെഡിക്കലൊക്കെ കഴിഞ്ഞപ്പം